ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ് കേട്ടോ. മെയിനായിട്ട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു കാർഡ്ബോർഡ് ബോക്സ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ഒരു 2 സെൻറ്റിമീറ്റർ വീതം വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോർഷൻ 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫേസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ പുൽക്കൂടിൻ്റെ ജനാലകളുള്ള പൊസിഷനും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 3 സൈഡിലും ഒരു 10x10 സെൻറ്റിമീറ്റർ ഉള്ള വലിപ്പമുള്ള ഒരു സ്ക്വയറാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ആ പോർഷനും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ 3 സൈഡിലും കട്ട് ചെയ്ത് കളഞ്ഞു. ഫ്രണ്ട് സൈഡിലും നമ്മൾ ആ മാർക്ക് ചെയ്ത ആ പോർഷൻ വരെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ആ മുകളിലത്തെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിലൊരു പോർഷൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ താഴേക്ക് മടക്കി വെച്ച് അവിടെ നമ്മളൊരു ആർച്ച് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂടെ നല്ലൊരു എലഗൻറ്റ് ഫീലും കിട്ടും. അതേപോലെ തന്നെ ആ മുകളിലത്തെ ആ ഒരു പോർഷന് നല്ല സ്ട്രെങ്ത്തും കിട്ടും. അപ്പോൾ ആ 2 പോർഷൻ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് എടുക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ നമ്മൾ കാർഡ്ബോർഡിൻ്റെ തന്നെ കഷ്ണങ്ങൾ പീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഭാഗമല്ലേ കിട്ടുക. ഇങ്ങനെ കുറച്ച് വര വര പോലെയായിട്ടുള്ള ആ പോർഷൻ കിട്ടുമല്ലോ. നമ്മൾ ആ ഒരു പോർഷൻ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ റൂമിന് ഒരു ഇപ്പം തന്നെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ. പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ജനാല അതിൻ്റെ ഫ്രെയിമും മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ ഫേസ് ചെയ്ത് വെക്കുന്ന ആ പോർഷൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഇതേപോലെ കുറേ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്തിരി ക്ഷമിച്ച് അത് കട്ട് ചെയ്തെടുക്കണം. അല്ല ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ടും ചെയ്യാം കേട്ടോ. കാരണം ഞാനിത് കട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറെ നല്ല ഡിസൈൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം. അല്ല എളുപ്പമായിട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനെ നേരെയായിട്ട് 3 പാളികളായിട്ടോ 2 പാളിയായിട്ടോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അവിടെ നമ്മൾ ഫ്രെയിമും വെച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഉൾഭാഗം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഫ്രെയിംസ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മേൽക്കൂര സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതേപോലെ ജോയിൻ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് അത് വെച്ച് ആ ബോക്സിൻ്റെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 2 കാർഡ്ബോർഡ് പീസസ് വെച്ച് നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്യിപ്പിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലും കൂടെ ബുദ്ധിമുട്ടാണെന്ന് മാത്രം. ഇങ്ങനത്തെ ഒറ്റ ഒരു പീസായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എന്താ ഫെവിക്കോളോ അതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പ്രശ്നമില്ല. നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല രീതിയിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുഹൃത്തുക്കൾ കുറച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ജനലും വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുൽക്കൂടിൻ്റെ ഫ്രണ്ട് സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു എക്സ്ട്രാ ഒരു കാർഡ്ബോർഡ് പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വേലി പോലെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വേലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് ഇതേപോലെ വേലിക്കുള്ള ആ ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ചെറിയൊരു പീസ് ഇതേപോലെ കുറച്ച് നീളത്തിലും കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 ശരിക്കും ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ചപ്പോൾ ഒരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡിസൈൻ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ രീതിയിൽ വേലി ഉണ്ടാക്കാമെന്ന് വെച്ച് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെയാണ്. നമുക്ക് തുടക്കത്തിൽ നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അത് പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ മാറി അവസാനം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.
അപ്പോൾ ഇതേപോലെ നമ്മൾ ആ വേലി ഒട്ടിച്ച് കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഫ്രണ്ടിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ കിടക്കുകയാണ്, അതായത് റൂഫ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉണങ്ങിയതും ഉണങ്ങാത്തതായിട്ടുള്ള പുല്ലാണ് എടുത്തേക്കുന്നത് കേട്ടോ. വേറെ പുല്ല് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഉണങ്ങിയതാണ്. ആ പുല്ലും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതേപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. ആ ഒരു നിർബന്ധമില്ല അങ്ങനെ ചെയ്യണമെന്ന്. ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോളിൻ്റെ പ്രൊമോഷൻ അല്ല കേട്ടോ, കാരണം നമ്മൾക്ക് ഏത് ആയാലും ചെയ്യാം. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നൂല് വെച്ചിട്ട് ഓരോ പോർഷൻ വെച്ച് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ, പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് നൂല് വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പുല്ല് ഇപ്പം എങ്ങാനും ലൂസായി കിടക്കണമെങ്കിൽ തന്നെ അത് സെറ്റായിരുന്നോളും കേട്ടോ. അപ്പം നൂല് വെച്ചൊന്ന് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ഫൈനലാകുമ്പോൾ കെട്ടിക്കൊടുത്തോളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ റൂമിൻ്റെ ഉള്ളിലും പുല്ല് കൊടുക്കണം. ആ രീതിയിൽ കട്ട് ചെയ്ത് ഇടാണ് ചെയ്യുന്നത്. കാരണം കട്ട് ചെയ്തിടുമ്പോൾ ഇതേപോലെ പൊന്തി നിൽക്കില്ല. അപ്പോൾ ഒന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് പീസസ് ആയിട്ട് ഇട്ട് അത് സെറ്റാക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ. മേൽക്കൂര സെറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ വന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് ഒരുവിധം ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണിയേശുവിനെ കിടത്താനായിട്ട് പുല്ലുകൊണ്ട് തന്നെ നമ്മളൊരു ജസ്റ്റ് കിടക്കുന്ന ഒരു ഇതുണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് കട്ട് ചെയ്ത് 2 എൻഡിൽ ചെറിയൊരു കട്ടിങ് കൂടി ഇട്ടിട്ട് ഒരു ചെറിയൊരു ഡിപ്രഷൻ കൊടുത്തിട്ട് ഇതേപോലെ പുല്ല് വെച്ച് തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് പുല്ല് പറിക്കാൻ പോയപ്പോൾ നല്ല വെറൈറ്റി അല്ല, നമ്മൾ എന്നും കാണുന്ന സാധനം തന്നെയാണ്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് പുല്ലല്ല, അത് പൂവാണെന്ന് തോന്നുന്നു. അത് വീഡിയോയിൽ എത്രത്തോളം നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ അത് നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടിയുടേതായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് ആ ഒരു ഉണ്ണിയേശുവിനെ കിടത്താനുള്ള ആ മെത്ത നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് പുൽക്കൂടിൻ്റെ ഏകദേശം കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻ സെറ്റ് ചെയ്തെടുക്കുക. ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ പുല്ല് വെച്ച് തന്നെ കുറച്ച് പോർഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പച്ച ഇതേപോലെ തന്നെ ചെടിയുടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ണും ഇട്ട് ഏകദേശം ലെവൽ ചെയ്ത് വെച്ചു. പിന്നെ ഇതേപോലെ കുറച്ച് ഒരു വെള്ളക്കല്ലെന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റലിൻ്റെ തന്നെ ചെറിയ മെറ്റലുണ്ടല്ലോ, അതാണ്. അത് ഞാൻ മുന്നേ ഇതേപോലെ ഒരു ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. അതിപ്പോൾ പഴയതായപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അത് ആ ഒരു മെറ്റലിൽ നമ്മൾ വെള്ള പെയിൻറ് കൊടുത്തിട്ടാണ് ഈ രീതിയിൽ ചെയ്തത്. ഇനി നമ്മളൊരു കിണറും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മളൊരു പേപ്പർ കപ്പ് എടുത്തേക്കുന്നത്. അതിലും ഈ പറഞ്ഞോണം കാർഡ്ബോർഡിൻ്റെ ആ ഒരു കഷ്ണം എടുത്ത് അത് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഒട്ടിച്ച് വൃത്തിക്ക് വെച്ചു. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം കോരാനായിട്ടുള്ള ആ സപ്പോർട്ടിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, അത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കോരാനായിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ തന്നെ കാർഡ്ബോർഡും പിന്നെ ഒരു ബ്രൗൺ പേപ്പറും വെച്ച് ഒട്ടിച്ച് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു റൗണ്ടിൽ തന്നെ ചുറ്റി എടുക്കുകയാണ്. പിന്നെ ഈ കമ്പ് വെച്ച് നമ്മൾ ഇതേപോലെ തന്നെ വെള്ളം കോരാനുള്ള ആ തുടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ കാണുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കമ്പുകൾ സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കോരുമ്പോൾ ഉള്ള ആ കപ്പി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ പിന്നെ പീസ് ആ ഒരു മരക്കമ്പിൽ ഒട്ടിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കയറായിട്ട് ഇതേപോലെ തന്നെ ഒരു ബ്രൗൺ നൂലാണ് എടുത്തേക്കുന്നത്. അത് അവിടെ നമ്മൾ ഒട്ടിച്ച് വെച്ച്, അപ്പോൾ അത് വർക്കിംഗ് ആണ്. നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് പിന്നെ ഒരു ഡൗട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം കോരാനായിട്ടുള്ള ആ ബക്കറ്റിൻ്റെ എങ്ങനെ അത് കണക്ട് ചെയ്യുന്നുള്ളതായിരുന്നു. നൂല് വെച്ച് ചെയ്യണം, എന്ത് വേണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായില്ല. നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് നോക്കുമ്പോൾ നമ്മുടെ കൺവെട്ടത്ത് ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നാണ് ആ ഒരു ചെറിയ ഒരു കമ്പിയുടെ ഒരു പോർഷൻ കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബക്കറ്റിൻ്റെ ആ ഒരു പിടുത്തവും സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പോർഷൻ ഇതേപോലെ തന്നെ നന്നായിട്ട് ഒട്ടിച്ച് ആ ബക്കറ്റും സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഇനി ഇഷ്യൂ ഇല്ല. നമുക്ക് ആ ബക്കറ്റിൽ നേരിട്ട് ആ നൂല് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ
കിണറിൻ്റെ കാര്യങ്ങൾ ഏകദേശം അതോടുകൂടി വൈൻഡപ്പ് ആക്കാമെന്ന് തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് കെട്ടിക്കൊടുത്തു. എക്സ്ട്രാ വന്നിട്ടുള്ള ആ നൂലൊക്കെ നമ്മൾ മുറിച്ച് വൃത്തിക്ക് നീറ്റാക്കി അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ കിണർ ഇതേപോലെ തന്നെ ആ മണ്ണിട്ട് സെറ്റ് ചെയ്ത പോർഷനിൽ വെച്ച് അവിടെയും കുറച്ച് പുല്ലൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു പോർഷനും വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതേപോലെ കപ്പ എവിടെ വെക്കണം എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മരക്കൊമ്പിൽ അവിടെ തൂക്കിയിട്ട് അങ്ങനെ 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 നമ്മൾ ഓരോ വർക്കും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഐഡിയ കിട്ടി പോവുള്ളൂ. അപ്പോൾ തുടങ്ങാന്നുള്ളത് മാത്രമാണ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമ്മൾ അത് ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോയിക്കോളും. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ കപ്പിൻ്റെ ഉൾഭാഗം വെള്ള നിറമായിട്ടിരിക്കുന്നത് ഒരു സുഖമായി തോന്നിയില്ല. അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ കാർഡ്ബോർഡിൻ്റെ കുറച്ച് പീസസ് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പെയിൻറ് അടിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ഭംഗിയിൽ കിട്ടും. നമുക്ക് ബ്ലാക്ക് ബ്രൗൺ അങ്ങനെ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസത്തിൽ നമുക്ക് പുൽക്കൂട് കിട്ടും. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതേപോലെ തന്നെ ബാക്കി പുൽക്കൂടിൻ്റെ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് നോക്കാനാണ്. അപ്പോൾ നമ്മുടെ വൈറലായിട്ടുള്ള ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പുൽക്കൂട് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുൽക്കൂടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതേപോലെ തന്നെ കുറച്ച് സ്ട്രിപ്സ് ഇട്ടിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് ആയതപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു നല്ല ലുക്കിന് വേണ്ടിയിട്ട് എക്സ്ട്രാ 2 പീസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായി. നിങ്ങൾക്ക് ഫസ്റ്റും ലാസ്റ്റും തമ്മിൽ ഒന്ന് ഡിസൈനിൽ കുറച്ച് വേരിയേഷൻ തോന്നുമായിരിക്കാം. അപ്പം അതും കൂടി ഈ രീതിയിൽ ചെയ്ത് നമ്മളുടെ ഫൈനൽ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.